നമ്മളെ തമിഴകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു. അതേപോലെ തന്നെ ഒന്നാം ഘട്ടം വിധി എഴുതുന്നുണ്ട് പശ്ചിമ ബംഗാളും. അതും നിർണായകമാണ്. 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട പോളിംഗ്. എല്ലായിടത്തും പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ 59 സീറ്റുകൾ മമതാ ബാനർജിക്കും വളരെ നിർണായകമാണ്. 1475 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ബംഗാളിൽ നിന്നും തത്സമയമുണ്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഏറെ നിർണായകമാണ് ബംഗാളിലെ ആദ്യഘട്ടവും. വോട്ടെടുപ്പ് ആരംഭിച്ചു. എന്താണ് കാഴ്ചകൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുധേഷ്. ബംഗാളിനെ സംബന്ധിച്ചുള്ള ഈസ്റ്റ് മിഡ്നാപ്പൂരും അതേപോലെ മുർഷിദാബാദിലൊക്കെ രാവിലെ തന്നെ വോട്ടർമാരെ നീണ്ട കുറയുണ്ട്. അപ്പോൾ രാവിലെ 7 മണിക്ക് മുമ്പേ വോട്ടർമാരെ നമ്മളിപ്പോൾ നിൽക്കുന്ന ബൂത്തിൽ തന്നെ വോട്ടർമാരെ നീണ്ടുണ്ട്. ഒരു ഇപ്പോഴത്തെ പ്രത്യേകത, എല്ലാ ബൂത്തുകളും കാണാൻ ഒരു 5 സ്റ്റാർ ടൈപ്പിലാണ് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ കുടിവെള്ളങ്ങളുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചേർത്തിട്ടുള്ള ബൂത്തുകളാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. കുടിവെള്ളമുണ്ട്, വിശ്രമിക്കാൻ സ്ഥലമുണ്ട്. ഏതായാലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബൂത്തുകൾ വളരെ അലങ്കരിച്ചും അല്ലെങ്കിൽ വളരെ ഒരു വോട്ടർ ഫ്രണ്ട്ലി ബൂത്താക്കി മാറ്റിയിട്ട് വെസ്റ്റ് ബംഗാളിൽ പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട രീതികളിലൊക്കെ തന്നെ ബൂത്തുകളുടെ സ്ഥിതി ഇതാണ്. ഏതായാലും നമുക്കറിയാൻ കഴിയും, വെസ്റ്റ് ബംഗാളിൽ പ്രധാനപ്പെട്ട 152 മണ്ഡലങ്ങളാണ് വെസ്റ്റ് ബംഗാളിൽ ആദ്യഘട്ടത്തിലുള്ളത്. ഇതിൽ വളരെ നിർണായകം മുർഷിദാബാദ്, അതേപോലെ ഈസ്റ്റ് മിഡ്നാപ്പൂർ, പുരുളിയ തുടങ്ങിയ മേഖലകളിൽ ജില്ലകളിൽ നിന്നുള്ള സീറ്റുകളാണ്. കാരണം കഴിഞ്ഞ തവണ 92 സീറ്റുകളാണ് മമതാ ബാനർജിക്ക് ഈ 16 ജില്ലകളിൽ നിന്ന് ലഭിച്ചത്. BJPയെ സംബന്ധിച്ചോളം 59 സീറ്റാണ്. അതായത് മമത ഭരണത്തിലേറണമെങ്കിൽ ഈ ഒന്നാം ഘട്ട പോളിംഗ് നടക്കുന്ന ഈ 16 ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ തവണ പോലെ 90-ന് മുകളിൽ സീറ്റ് കിട്ടണം. എന്നാൽ ഈ കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കാരണം മുസ്ലിം മേഖലയിൽ ഹുമയൂൺ കബീർ എന്ന IPS കാരൻ ബാബറി മസ്ജിദിൻ്റെ പേരിൽ തൃണമൂൽ വിടുകയും ആ പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് മുർഷിദാബാദ് ജില്ലയിലെ 22 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 20 സീറ്റുകൾ തൃണമൂലാണ് ജയിച്ചിരിക്കുന്നത്. അവിടെ ഈ തവണ വളരെ ശക്തമായ മത്സരത്തിലേക്ക് ഹുമയൂൺ കബീർ വരുന്നു, കോൺഗ്രസ് വരുന്നു, CPM വരുന്നു. ചർച്ചയുടെ മത്സരമല്ലെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ച് കോൺഗ്രസ് ലഭിച്ചേക്കുമെന്നൊരു ഭയം തൃണമൂലുണ്ട്. ഏതായാലും തൃണമൂലിന് ജീവൻ മരണ പോരാട്ടമാണ് ഇതിൽ. ഈ 59 മണ്ഡലങ്ങളിൽ ഈ 4 ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞ പുരുളിയ, മുർഷിദാബാദ്, ഈസ്റ്റ് മിഡ്നാപ്പൂർ ജില്ലകളിലെ പ്രധാനപ്പെട്ട ഇത് നിർണായക 59 സീറ്റുകൾ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ശരി, ഞാൻ ശരത്തിലേക്ക് മടങ്ങിയെത്താം.